ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. ഞാൻ എവിടെ പോകുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ. ഞാൻ ഇവിടെ ആലപ്പുഴയിൽ എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ കൂടെ എനിക്ക് അകമ്പടിയായുള്ളത് അച്ചുമ്മ ഇളയവള, ഇത് നന്ദു, പിന്നെ ഉള്ളത് ആലപ്പി അനിൽ പിന്നെ അമ്മു പുറകെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാത്രി 2 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്ന് ടി വി കണ്ട് പടമൊക്കെ കണ്ട്. അമ്മുവിന് കോമഡി ഫിലിം കാണുന്ന ഭയങ്കര ഭ്രാന്ത. അത് ഒരെണ്ണം തന്നെ 10 വട്ടമൊക്കെ കണ്ട് കളയും. സിനിമ കണ്ട് അത്ര സമയം ചെയ്ത പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. എന്നിട്ട് ഇപ്പൊ ഇരുന്ന് ഉറങ്ങുവാണ് വണ്ടിയിൽ. അമ്മു പുറകിലുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള സുബ്രഹ്മണ്യ വിട്ടു അത് കഴിഞ്ഞ് കയറും. ഞാൻ എപ്പോഴും ഓർക്കും അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇടണമെന്ന് ഓർത്ത് ഇടാറില്ല. എന്റെ മുഖമൊക്കെ പൊത്തിയൊരു അവിടെ ഇരിപ്പുണ്ട്. അല്ലല്ല, അത് മീരമോളാണ്, സുബ്രഹ്മണ്യ കൊച്ചുമോളാണ്. അപ്പം പിന്നെന്താ പറയാനുള്ളത്? അയ്യോ, എന്താ കാര്യങ്ങളുണ്ടല്ലേ. മുടി കെട്ടി വെക്കണമെന്ന് എല്ലാവരും പറഞ്ഞ് മുടി കെട്ടി വെക്കാൻ ചക്കരയാണ്. എനിക്ക് മുടി അഴിച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ മുടി കെട്ടി വെക്കാം. പിന്നെ രാവിലെ ഞങ്ങൾ ആച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. ആച്ചിയുടെ വീട് വൈക്കത്ത. ആച്ചിയുടെ വീട്ടിൽ പോയിട്ട് ആ വഴിയാണ് ഞങ്ങൾ ഇപ്പം തണ്ണീർമുക്കം റോഡ് വഴിയാണ് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആലപ്പുഴയിൽ മുല്ലക്കൽ എന്ന് പറയുന്ന കിടങ്ങാമ്പറമ്പ് മുല്ലക്കൽ ക്ഷേത്രങ്ങളിൽ ഉത്സവമാണ്. അതിന് ഞങ്ങൾക്ക് ചിറപ്പ് മഹോത്സവം ആണ്. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പുലികളെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ പുലികളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഞാനും അവരുടെ കൂടെ പുലികളിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് എല്ലാം വീഡിയോയിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ആലപ്പുഴ നാട്ടിലെ ചിറപ്പ് മഹോത്സവം. അതിനായി നമ്മൾ ആലപ്പുഴയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. പുന്നമുടക്കായലിന്റെ തീരത്ത് കുട്ടനാടിന്റെ എന്താണ് അത്. അപ്പൊ ഒരു ഫോൺ വന്ന് നമ്മുടെ മാരേജ് ബ്യൂറോയില് നമ്മള് കല്യാണം 5 എണ്ണം ശരിയാക്കി ചക്കരകളെ എന്ത് പാടുപെട്ടിട്ടാ പറയാ. നേർന്നാണ് കല്യാണം നടത്തുന്നത്. ഗുരുവായൂർ പോയി കല്യാണം നടക്കാനാണ്. നിസാര കാര്യങ്ങൾക്കാണ് തെറ്റിപ്പോകുന്നത്. ഇവിടെ എത്തപ്പോ പോകും. എന്തായാലും ഒരു പ്രശ്നം. പിള്ളേർക്കൊക്കെ എന്താ ഡിമാൻഡ്, ഇത്ര ഡിമാൻഡ് പാടില്ല കേട്ടോ ചക്കരകളെ. പിന്നെ എന്താ പറയുക, 32-33 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആമ്പിളാർക്ക് പെണ്ണ് കിട്ടാത്ത വിധത്തിലേക്ക് ആയിട്ടുണ്ടല്ലേ. അതിലേക്ക് നേരത്തെ കെട്ടിയത് ഉപകാരമില്ല, പെണ്ണേ കിട്ടത്തില്ലായിരുന്നു. ബോജേട്ടൻ പറഞ്ഞു, നിന്നെ എനിക്ക് കിട്ടിയത് ഭാഗ്യത്തിന്, പെണ്ണിനെ പെണ്ണില്ലാതെ നടക്കേണ്ടി വന്നിരുന്നു എന്ന് പറഞ്ഞാൾക്ക് കല്യാണത്തിന്റെ ഒരു കുറെ പേര് എന്നെ ചീത്തയും വിളിക്കുന്നത് കേട്ടാ. അവർക്ക് കറക്റ്റായിട്ട് മാച്ച് ഇട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ 2 സ്റ്റാഫിനെ എടുത്തിട്ട് പറഞ്ഞില്ലേ, 60 വയസ്സുള്ള മനുഷ്യർക്ക് 25 വയസ്സുള്ള പെണ്ണിനെ അയച്ചു കൊടുക്കുന്നു അവന്മാര്. അങ്ങനെ അതുകളെയൊക്കെ പിരിച്ചു വിട്ടു. പിന്നെ ഞാൻ പുതിയൊരാളെ ഇവിടെ കൊണ്ടുവന്നു. അത് ഉഴപ്പ്, പക്ക ഉഴപ്പ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നായി. പിന്നെ ലാസ്റ്റ് പിന്നെ ഞാനും ഇരുന്ന് പിന്നെ ഞാൻ വേറെ ഇപ്പൊ ഒരു പുതിയൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അവള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ മുതൽ കല്യാണം വീണ്ടും നല്ല രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ തന്നെ 2-3 എണ്ണം ശരിയായ ചക്കരകളെ. 2 എണ്ണം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണമാണ്. അടുത്ത നെക്സ്റ്റ് കല്യാണമാണ് ഇനി വരുന്നത്. അപ്പൊ എങ്ങനെയും ഒന്ന് കല്യാണം അവരുടെ അച്ഛനും അമ്മയ്ക്കും അല്ല സന്തോഷം, എനിക്കാണ്. എൻ്റെ അടുത്ത് വരുന്നവരോട് പ്രാർത്ഥിക്കുക. ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു സമയമാണ് അല്ലേ കല്യാണം നടക്കുന്നത്. അങ്ങനെ എല്ലാം നടക്കണമെന്നില്ല അല്ലേ. എല്ലാം ഇത്ര വേണമെന്നൊരു കാര്യമില്ല. ഇതൊരു ഭാഗ്യമാകാതെ നടക്കത്തില്ല, നമ്മുടെ ടൈം ആകാതെ നടക്കത്തില്ലെന്ന കാര്യം ഞാൻ എല്ലാം ചേരുന്നതായിരിക്കും. എന്ന് നിസാര കാര്യത്തിനായിരിക്കും പോകുന്നത്. അങ്ങനെ ഇവര് പിന്നെ കാര്യം തെരഞ്ഞ് കുറെ എടുക്കാന്ന് മനോഭാവമുള്ളവരുണ്ട്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. എന്തെങ്കിലും ഒരു പോരായ്ക കാണും. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആ പോരായ്ക ഉൾക്കൊള്ളുമ്പോഴാണ് ജീവിതം നമുക്ക് ഒരു ജീവിതം തുടങ്ങാനും പറ്റത്തുള്ളൂ, ഒരു ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും പറ്റത്തുള്ളൂ. എപ്പോഴും പോരായ്മകളെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല നമുക്ക് കേട്ടോ. എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് നമുക്കൊരു ലൈഫ് തുടങ്ങാൻ ഒരിക്കലും പറ്റത്തില്ല ചക്കരകളെ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവമേ, അമ്പലത്തിന്റെ ഭാഗത്തുകൂടെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആലപ്പുഴ പട്ടണത്തിൽ ഇന്ന് ഉത്സവമൊക്കെ എനിക്ക് കാണിച്ചു തരാൻ കേട്ടോ. ഞാൻ മുടി കെട്ടാൻ പോവുകയാണ്. ഇതാണ് സംഭവം. ഇത്രയൊക്കെ ഉള്ളു പറയാൻ.
നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. എൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ സാരി കൊടുത്ത് ഒരു ആലാത്തൊക്കെ ഇട്ടുണ്ട്. ആലപ്പുഴയാണ് ഞാൻ ഒരു ആലാത്തൊക്കെ ഇട്ടതാണ്, ഒരു ആലാത്തൊക്കെ ഇട്ടാണ് പോകുന്നത്. ഓക്കെ, ഞങ്ങൾ വാസ്തോലി നടക്കുന്ന വീടിൻ്റെ, അതായത് ഞങ്ങൾ വാസ്തോലി എന്നാണ് പറയുന്നത് ഹൗസ് വാമിങ്ങിന്. ആ വീടിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛന് 2 ആൺമക്കളും ഒരു മകളും ഉണ്ടെന്ന്, അജി, അനിൽ, സിന്ധു. അവരുടെ അടുത്തേട്ടാണ് പോകുന്നത്, അവിടെയിട്ടാണ് പോകുന്നത്. നാളെ ഒരു കല്യാണത്തിനൊക്കെ ഞാൻ പോയി, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഓൾഡ് വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ. അപ്പം അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഞാൻ അവരെ നോക്കട്ടെ, അവർ ഇവിടുത്തെ മെമ്പർമാരൊക്കെ, ഞാൻ അവരെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അവന്മാരുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം, അവിടുത്തെ അമ്മേനെയൊക്കെ കാണിച്ചു തരാം കേട്ടാ. ഞാൻ അവരായിട്ടൊക്കെ ഭയങ്കര സിങ്കായിട്ടാണ് പോകുന്നത്. ഞാൻ എല്ലാവരും എങ്ങനെ, അനിലിപ്പോൾ എത്ര വർഷം എന്നെ കാണാൻ തുടങ്ങി? അനിൽ എൻ്റെ ആലപ്പുഴയിൽ വണ്ടി ഓടിക്കുന്ന അനിലായിരിക്കും, ബോബഞ്ചേട്ടില്ലെങ്കിൽ അനില പറയാനില്ലേ. 10 കൊല്ലമായിട്ട് അനിൽ എന്നെ കാണുന്നത്. ആ അനിൽ എങ്ങനെ, എൻ്റെ ഒരു ക്യാരക്ടർ അനിൽ പറഞ്ഞല്ലേ എങ്ങനെയാ? പോസിറ്റീവാണ്, പിന്നെ കാര്യങ്ങളൊന്നുമില്ല. സിംഗിളമ്മയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സിംഗിളമ്മ എല്ലാ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചെയ്യുന്നത്. എല്ലാവരെയും സഹായിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന ഞങ്ങളുടെ ആലപ്പുഴയുടെ സ്വന്തം സിംഗിളമ്മ. ആലപ്പുഴയുടെ സ്വന്തം സിംഗിളമ്മയെന്ന് ഇവരുടെ സിംഗിളമ്മയെന്നാണ് വിളിക്കുന്നത്. പിന്നെ അനിലൊക്കെ കൃഷ്ണനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് കറക്റ്റായിട്ട് എല്ലാം സത്യം പറ വന്നു കഴിഞ്ഞപ്പോഴാണ്. സിംഗിളമ്മയുടെ കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാക്കിലോട്ട് വരും, കൃഷ്ണ ഭക്തനാകും. പിന്നെ ഈ പറഞ്ഞ കണക്ക് സിംഗിളമ്മയുടെ കൂടെ വന്നതിന് ശേഷമാണ് എനിക്ക് കല്യാണമൊക്കെ നടന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമാണ്. എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ സിംഗിളമ്മക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറയിപ്പിക്കുന്നത് കേട്ടോ, കേൾക്കുമ്പോ ഒരു സുഖം ചക്കരല്ല. നമ്മളെ മറ്റുള്ളവര് നമ്മൾ പറയാതെ നമ്മളെ കാര്യങ്ങളിൽ ആളുകൾ നല്ലത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ, അത് എന്നെ സംഭവം. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ ഇകഴ്ത്തി പറയാതെ മാക്സിമം പുകഴ്ത്തി പറയാൻ നോക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരാൾ നമ്മളെ പറ്റി പോസിറ്റീവായിട്ട് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും, നമ്മുടെ തലച്ചോറിനായിട്ട് സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ അല്ലേ. അത് തന്നെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വൈബ് കൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഓക്കെ ചക്കരകളെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. നല്ലൊരു ദിവസമായിട്ട് ഓരോ ദിവസവും നല്ലതാക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മുടെ പോരായ്മകളെ കുറച്ച് കൊണ്ടുവരിക. എല്ലാമേ നമ്മൾ എന്താ പറയുന്നത്, ഓരോ ദിവസവും മനോഹരമാക്കുക. നമ്മുടെ കുറവുകളെ നികത്തി കൊണ്ടുവരാൻ നോക്കുക. അറിവുകൾ കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ നല്ലതായിട്ട് എല്ലാവരെയും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പെരുമാറ്റമാണ് ഒരു മനുഷ്യൻ്റെ ആദ്യത്തെ അല്ലേ അനിലെ. നല്ല പെരുമാറ്റം ഇല്ലെങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ 1-2 കാര്യം പറയട്ടെ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര നമ്മുടെ എറണാകുളത്തൊരു വലിയൊരു ബിസിനസ്സുകാരിയാണ്. പുള്ളിക്കാരി ഇങ്ങനെ മലയാളികളെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിച്ച് വളരെ ഒരു മോശം രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, അവർ ഭയങ്കര പ്രൗഢയായ ഒരു സ്ത്രീയാണ്, വളരെ വർഷങ്ങളായിട്ട് ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുടെ താഴത്തെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തിട്ട് ദൈവമേ ആളുകൾ, അപ്പോൾ അവരുടെ വായിൽ നിന്ന് വന്ന വികട സരസ്വതി കൊണ്ടാണ് അത്ര കേൾക്കുന്നത്, അല്ലെ അവരത് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കും, എങ്കിൽ ഞാൻ പറയുകയാണ്. അപ്പം നമ്മുടെ വാക്ക് പ്രവൃത്തി അല്ലേ, നമ്മുടെ ചിന്തിക്കുന്നതിൽ നിന്നാണ് നാവിലേക്ക് കാര്യങ്ങൾ വരുന്നത്. നല്ലത് ചിന്തിച്ചെങ്കിൽ മാത്രമേ നല്ലത് നാവിലേക്ക് വരത്തുള്ളൂ. നല്ലത് നാവിൽ നിന്ന് പുറത്ത് വന്നെങ്കിൽ മാത്രമേ ജനം അത് ശ്രവിച്ചിട്ട് നമ്മളെ സ്നേഹിക്കുകയും വെറുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. സ്നേഹിക്കേണ്ടത് പറഞ്ഞാലേ സ്നേഹിക്കത്തുള്ളൂ, വെറുക്കേണ്ടത് പറഞ്ഞാലേ വെറുക്കത്തുള്ളൂ. അപ്പം നല്ല ചിന്തകൾ ഉണ്ടാകണം. ആദ്യം വേണ്ടത് നല്ല ചിന്തകളാണ് അല്ലേ. നല്ല ചിന്തകൾ തന്നെ വേണം കേട്ടോ. അപ്പം അപ്പോൾ അത് ഞാൻ കണ്ടത്. പിന്നെ വേറൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കാര്യമാണ്, അത് ഞാനിത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പണവും പ്രശസ്തി അതൊന്നും കണ്ടിട്ട് ആളുകൾ ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ പെരുമാറ്റം തന്നെ ആളുകൾ ഇഷ്ടപ്പെടത്തുള്ളൂ. ആദ്യം വേണ്ടത് നമുക്ക് നല്ല പെരുമാറ്റമാണ്. നല്ല വാക്കുകൾ വരിക, നല്ല സ്നേഹത്തോടെ ചിരിച്ചെല്ലാവരോടും പെരുമാറുക. പിന്നെ എനിക്ക് പറയണത്, എനിക്ക് കഴിഞ്ഞ ദിവസം ബസ്സിലിട്ടൊരു പയ്യൻ വൈഫിൻ്റെ അവരുടെ നമ്പർ ചോദിച്ചു നമ്മുടെ ഭാര്യ എന്ന പരാതി പറഞ്ഞിട്ട് ഒരു കണ്ടക്ടർ പയ്യനെന്ന് തോന്നുന്നു. ഒരുപാട് അടിക്കുന്ന കണ്ടൊരു ഹസ്ബൻഡ്. എനിക്കത് കണ്ടിട്ട് നിങ്ങളും കണ്ടു കാണുമോ? അത് കണ്ടിട്ട് എനിക്ക് ആ പ്രവണതയോട് ഇഷ്ടം തോന്നിയില്ല. അത് ആ പെണ്ണ് തന്നെ പ്രതികരിക്കണമായിരുന്നു. ഒരിക്കൽ പോലും
ഹസ്ബൻഡിനെ വിട്ട് അടുപ്പിച്ചത് ശരിയായില്ല. എനിക്കതിനോട് യാതൊരു എന്ത് പറയുന്നത് കണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പരസ്യമായിട്ടൊന്ന് അപമാനിച്ച്, അതുകൊണ്ട് ആ പെണ്ണിന് തന്നെ ചീത്തപ്പേരുണ്ടായി. ഇപ്പൊ 4 പേര് എൻ്റെ ഭാര്യ ആരാണെന്ന് ശ്രദ്ധിക്കാൻ തറോ അല്ലേ? അപ്പൊ എന്തിനാണ് അങ്ങനത്തെ ഒരു പ്രഹസനത്തിന് തയ്യാറാകുന്നത്? അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മളിപ്പോ നമ്മുടെ നോട്ടം കൊണ്ട് നമുക്ക് അങ്ങനത്തെ സംസാരങ്ങളെയൊക്കെ ചേർത്ത് നിൽക്കാൻ നമുക്ക് പറ്റും. നമ്മള് ആ നോട്ടത്തിൽ നമുക്ക് വാൺ ചെയ്യാൻ പറ്റും. നോട്ടത്തിൽ വാൺ ചെയ്തിട്ട് നിൽക്കാത്ത അങ്ങനത്തെ പീഡകനും അങ്ങനത്തെ ആൾക്കാർ നമുക്ക് ആളുകളെ കാണാൻ പറയില്ല അങ്ങനത്തെ ഒരു. അപ്പം ഒരു വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതായത് ചെറിയൊരു പ്രശ്നം പെരിപ്പിക്കരുത് ഒരിക്കലും. അതെങ്ങനെ സോൾവ് ചെയ്യാം അത് സോൾവ് ചെയ്യണം. അത്ര മോശമായി ബിഹേവ് ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ മാരേജ് പറയും ചിലർ ലിവിങ് ടുഗദർ ഉണ്ടാ ഇല്ലെന്ന് പറയും. ചിലർ 3 മക്കളുണ്ടെന്ന് 3 മക്കളുള്ള ഒരു അച്ഛന് കഴിഞ്ഞ ദിവസം വന്നിരിക്കും 3 മക്കളുണ്ട് കേട്ടാ. 3 മക്കളുള്ളവൻ അത് ചോദിച്ചാൽ വീഡിയോയിൽ അത് ഇട്ടായിരുന്നു. അതൊക്കെ കൊടുക്കണം, അപ്പം തന്നെ കൊടുക്കണം. അതല്ല, 3 മക്കളും ഉണ്ട്. അയാൾ ആദ്യം മകന് വേണ്ടി കല്യാണം ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾ പറയും എനിക്ക് 3 മക്കളും ഭാര്യയുണ്ട്, ഈ മക്കളെല്ലാം കല്യാണപ്രായം ഇത്, എനിക്ക് ആ ഭാര്യയായിട്ട് ഒരു ബന്ധവും ഇല്ല, പിന്നെ ഞാൻ അവരായിട്ട് ഒരു ബന്ധം പോലും ഇല്ല, എനിക്കൊരു കല്യാണം ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അയാളുടെ മകന് വേണ്ടിയാണ് അയാൾ ഈ ഗ്രൂപ്പിൽ വന്നത്. എന്നിട്ട് പൈസയും തന്ന് അയാൾ അതിനകത്ത് കയറിയിട്ട് അയാൾ പറയും 1-2 കല്യാണം ഇട്ട് കൊടുത്തിച്ച് അവരുടെ മകനെ ഇട്ട് കൊടുത്തിട്ട് ആർക്കും പിടിച്ചില്ല, ഇഷ്ടപ്പെടാഞ്ഞുണ്ടോ കല്യാണവും നടന്നില്ല. പിന്നെ അയാൾ എന്നോട് പൈസയും ചോദിച്ചു വന്നു. പിന്നെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഇനി പൈസ തിരിച്ചു കൊടുക്കുന്ന പരിപാടികളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ കല്യാണം ആലോചന തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അയാളെന്നറിയോ, അതായത് നമുക്ക് ആഫ്രിക്കയിൽ വരെയുള്ള അയാളുടെ റിലേഷൻസിനെ വിളിച്ച ഇംഗ്ലീഷിൽ എന്നോട് തെറി, എന്നെ തെറി പറയും. ഞാനും അങ്ങോട്ട് കൊടുത്തു ചക്കരകളാണ് എന്നെ തെറി വിളിച്ചത്, മലയാളത്തിൽ തെറി വിളിച്ച് അങ്ങോട്ട് കൊടുത്തു. അല്ല ഞാനപ്പോൾ ആദ്യമൊക്കെ ഞാൻ കേട്ടോണ്ട് യെസ് തെറിയാണെന്ന് എനിക്കറിയത്തില്ല, യെസ് എല്ലാത്തിനും യെസ് മൂളിക്കൊടുത്തു. ഓക്കെ സാർ തെറിയാണെന്ന് അറിയത്തില്ലേ, ഓക്കെ സാർ കുറേ ഇംഗ്ലീഷാണ് വോയിസ് മെസ്സേജ്. അപ്പൊ തെറിയറിയാത്ത ഇംഗ്ലീഷ് അറിയാത്ത എനിക്ക് ഇംഗ്ലീഷ് തെറിയാത്താന്നറിയാമോ? മോഹൻ ഇത് കേട്ടിട്ട് ഇത് തെറിയാണ് നീ പറയും, ഇതിലൊക്കെ നീ എസ് കൊടുത്തിരിക്കുന്ന, എന്റെ ദൈവമേ ഇവൻ തെറിയാണിക്കുന്നത്. അപ്പൊ ഞാൻ പിന്നെ അപ്പൊ മോഹൻ ഇവിടെ നീ മലയാളത്തിൽ ചീത്ത വിളിച്ചല്ലോ പറഞ്ഞു. അങ്ങനെ മലയാളത്തിൽ എന്നെ കൊണ്ട് മോഹൻ വോയിസ് ചീത്ത അങ്ങോട്ട് വിളിച്ചു, പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കുറെ കോമഡികളുണ്ട് ചക്കരകൾ. ഇതൊക്കെ ഒരു വലിയ വിഷയം അല്ലേ? കൊടുങ്ങല്ലൂർ സ്റ്റൈലിൽ ഒരെണ്ണം കൊടുത്തു. നമുക്കതൊക്കെ അറിയാം, നമുക്കത് വേണ്ടത്. കൊടുങ്ങല്ലൂർ ഒരെണ്ണം ചെറിയൊരു കൊടുങ്ങല്ലൂരായി. അനില് ഭയങ്കര തമാശക്കാരന്. അനിലിനോട് ഞാൻ എന്തൊക്കെ പറഞ്ഞു തരുന്നല്ലേ, കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞു. അനിലിപ്പോ ഒരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. അനിലോട് എങ്ങനെയാ പറഞ്ഞു തന്നെ പറ. ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ മുതൽ ഞാനുള്ള ഒരു കുടുംബജീവിതത്തെ കുറിച്ച് അവന് പറഞ്ഞു കൊടുത്തു. അവൻ നല്ല ഹസ്ബൻഡാണ്. എങ്ങനെയാ പറ അനിലേ, ഞാൻ പറഞ്ഞ കാര്യം പറ. എല്ലാ സപ്പോർട്ടും കൊടുക്കണം, ഭാര്യ കഴിഞ്ഞ് വേറെ എന്തും. അതാണ് സിംഗിളമ്മയുടെ ഒരു സ്റ്റൈൽ. അതുകൊണ്ട് നിനക്ക് ഇപ്പൊ നീ അങ്ങനെയല്ലേ? അതുകൊണ്ട് നിനക്ക് എങ്ങനെയുണ്ട് കുടുംബജീവിതം? കുടുംബജീവിതം നല്ല രീതിയിൽ അടിപൊളി. എപ്പോഴും വിളിച്ചോണ്ടിരിക്കുവാണ്, എവിടെ എത്തിച്ചേട്ടാ എങ്ങനെയാണ് എന്ന് വിളിച്ചോണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ ജീവിക്കുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നില്ലേ, എന്റെ ശരിക്കും ഞാൻ എവിടെയിട്ടൊക്കെ പോകുന്നുണ്ട് അവിടെ മാപ്പിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ എവിടെയൊക്കെ പോകുന്നത്. കറച്ചാരൻ അവിടെയാണ്. എവിടെയെങ്കിലും എവിടെ പോലും പറഞ്ഞിട്ടേ പറ്റുള്ളൂ. ഞാനൊരു ഭക്ഷണം കഴിക്കുന്നപ്പോൾ പോകും കഴിച്ചാന്ന് ചോദിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അതൊക്കെ എന്താ പറഞ്ഞ, അതൊക്കെ ഒരു ഉത്തരവാദിത്വമല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കരുതലാണ് അല്ലേ? പരസ്പരം ആ കരുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളൊക്കെ വളർന്നങ്ങ് പോകും. ഭാര്യയും ഭർത്താവും തമ്മിൽ ആ കരുതലുണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യ ബന്ധം ഭയങ്കര പ്രണയാതുരമായിരിക്കും. ജീവിച്ച് കൊതി തീരത്തില്ല, നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. ഭാര്യയ്ക്കും ഭർത്താവും തമ്മിൽ അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ. അതിനെക്കുറിച്ച് ഞാൻ നല്ലപോലെ അനിലിനെ, എൻ്റെ കൂടെ അനിൽ കുറേ നാളുണ്ടായിരുന്നു. അതുകൊണ്ട് അനിലിനെ ഞാൻ ശരിക്കും അതേക്കുറിച്ച് എപ്പോഴും എൻ്റെ സാരഥി അനിലായിരുന്നു. ബോബന് ഏറ്റവും വിശ്വാസം അനിലിൻ്റെ കൂടെ വിടുന്നത്. അതുകൊണ്ട് അനിൽ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ പോലെ എപ്പോഴും ഉണ്ട്. അനിൽ അവരുടെ ഫാമിലിയും അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരും. അങ്ങനെ നല്ല രീതിയിലാണ് കഴിയുന്നത്. അപ്പം ഇവര് 3 ആൺപിള്ളേരെ, ഇവര് 3 പേര് കല്യാണം കഴിച്ചിട്ട് ഇവർ ഇതേപോലെ തന്നെ ജീവിക്കുന്നത് അല്ലേ? നല്ല സക്സസ് ലൈഫാണ് എല്ലാവർക്കും. ഇവനൊക്കെ നല്ല പോലെ ഭാര്യനെ കൈവെള്ളം വെച്ചാണ് നോക്കുന്നത്. അപ്പം ഒരു കുഞ്ഞുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇതാണ് വേണ്ടത്.
ഇന്നിപ്പോ ഇതും കൂടി ഇച്ചിരി പറയാൻ ഓർത്ത്. അല്ല അനിൽ ഇതൊക്കെ മനസ്സിൽ ഞാൻ ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമല്ല. പിന്നെ വല്ലതും പറയാനുണ്ടോ ഓർമ്മയിൽ ഞാൻ പറഞ്ഞു തന്നത്? ഇതൊക്കെ തന്നെയാണ്. പിന്നെ സാറിനെ പോലുള്ള ഒരു ഭർത്താവിനെ കിട്ടിയതാണ് ഏറ്റവും വലിയ, അതെന്റെ പ്രാർത്ഥന ഉണ്ട്. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു. പിന്നെ സാറ് എന്ന് പറയാം, ബോവൻ എന്ന് പറയുമ്പോൾ നല്ല ഒരു അച്ഛൻ്റെ അമ്മയുടെ ജീവിതം കണ്ട് നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ബോവൻ എപ്പോഴും പറഞ്ഞ ബോവൻ്റെ പപ്പ എപ്പോഴും ശമ്പളമൊക്കെ കിട്ടിയ അമ്മയുടെ കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് കാശ് വേണമെങ്കിലും അമ്മ കൊടുക്കണം. അമ്മയാണ് ആ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് കാര്യവും ചെയ്യുന്നത്. അമ്മയായിരുന്നു അവരുടെ എല്ലാം അമ്മയാണ്, അവരുടെ ബാങ്കർ എല്ലാം അമ്മയാണ്. അപ്പം എന്ന് പറഞ്ഞക്ക് ഇപ്പം എനിക്ക് ഫൈനാൻസ് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടത്തില്ല. ഫൈനാൻസ് കൈകാര്യം ചെയ്യാനേ എനിക്കറിയത്തില്ല. ഞാൻ അത്ര അതിനകത്ത് പിടിപെടുക പുള്ളിക്കാരൻ തന്നെ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. പക്ക ഡീസൻ്റ് ആണ് അല്ലേ? കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ്. സാറ് വളരെ പഞ്ച്വാലിറ്റിയാണ് ഭയങ്കര. ഇപ്പൊ ഒരു സമയത്ത് ഒരുങ്ങി നിൽക്കണമെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ഒരുങ്ങി നിൽക്കും. നമ്മൾ വാച്ചിൽ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പം നമ്മളെവിടെ നേരത്തെ തന്നെ വിളിച്ച് നമ്മളെ ഉണർത്തി അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി എളുപ്പം ഒരുക്കാൻ പറഞ്ഞ് ഒരുക്കി നമ്മൾ ആ ഒപ്പം ഒരുങ്ങി നിന്നോണം. അങ്ങനെയൊക്കെ നല്ല അല്ല. അനിലും ഇങ്ങനെ ബോവന്റെ കൂടെ കുറെ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? അതാണ് 5 മണിക്ക് അവിടെ ഉണ്ടാവും. എറണാകുളത്താണേലും ഞാൻ 4 മണിക്ക് ഇവിടെ വരും. ശരിയാ. നമ്മുടെ ജീവിത പങ്കാളി കുറച്ചു കൊടുപ്പം ഞാൻ ഈ ഒരു എൻ്റെ ഞാൻ അങ്ങനെയാണ് എനിക്കൊരു ഡിസിപ്ലിനായിട്ട് പോകുന്നത് ഇഷ്ടം. അതിരാവിലെ ഉണരുക, നല്ലപോലെ ഒരുങ്ങുക, നന്നായിട്ട് എല്ലായിടത്തും പോസിറ്റീവ് വൈബോടുകൂടി പോവുക, യാത്രയെ കാണുന്നവരൊക്കെ ചിരിച്ചും വർത്താനം പറഞ്ഞ് ഒരു കുശലം ചോദിച്ചും ഒക്കെ നടന്നു പോവുക, ആരെ ഒഴിവാക്കാതെ അങ്ങ് കടന്നു പോകണം, എല്ലാവരും ഒരു ചിരി ഹായും കൊടുത്തു പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അതൊരു സുഖം തന്നെയാണ്. അപ്പം പോവുക. അപ്പം നമുക്ക് തിരിച്ചിടെ കൊമ്മാടി എന്നൊക്കെ കാണിക്കുന്നല്ലോ. നമ്മളെത്തിയോ? കോമളപുരമായോ? മഞ്ചേരിയായോ? അപ്പം എന്തൊക്കെയോ പറയാനുണ്ട്. ചക്കരകളെ മറന്നു, റിലേ പോയി. അപ്പം നമുക്ക് നിർത്താൻ ഇത്ര സമയമായില്ല. ചക്കരകളെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി നമ്മുടെ സുബ്രഹ്മണ്യൊക്കെ പിടിച്ച് അവിടെ നിൽക്കാൻ ഓർത്തിരിക്കുകയാണ്. അവിടെ ചെറുപ്പൊക്കെയല്ലേ. അപ്പം അമ്പലപ്പറമ്പിലെ ഉത്സവവും ഗാനമേളയൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചക്കരകളെ പോട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.